മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്തും സഹയാത്രികരോട് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവെച്ചുമൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കനയ്യകുമാറിനൊപ്പമായിരുന്നു രാഹുലിന്റെ മെട്രോ യാത്ര. അപ്രതീക്ഷിതമായി രാഹുലിനെ കണ്ട യാത്രക്കാരും അമ്പരന്നു. യാത്രക്കാർക്ക് ഒപ്പമുണ്ടായിരുന്ന കുട്ടികളെ ലാളിച്ചും സെൽഫി എടുത്തും യാത്രക്കാരെ നിരാശപ്പെടുത്താതെയും രാഹുൽ യാത്ര പൂർത്തിയാക്കി. ശേഷം രാഹുൽ എക്സിൽ ഇങ്ങനെ കുറിച്ചു: ഡൽഹിയിലെ ജനങ്ങൾക്കൊപ്പം മെട്രോയിൽ യാത്ര ചെയ്തു. പൊതുഗതാഗതത്തിന് മെട്രോ ഇത്രയേറെ പ്രയോജനപ്പെട്ടു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. നിങ്ങൾക്കൊപ്പം, നിങ്ങൾക്ക് നടുവിൽ എന്ന അടിക്കുറിപ്പുമായി കനയ്യകുമാറും രാഹുലിനൊപ്പം യാത്ര ചെയ്യുന്ന ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചു. മംഗോൾപുരിയിൽ നിന്ന് പീതംപുര വരെയായിരുന്നു പ്രചാരണം അവസാനിക്കുന്ന ദിവസം രാഹുലിന്റെ മെട്രോ യാത്ര. അതേസമയം പ്രചരണത്തിനിടെ ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തിയതും ശ്രദ്ധേയമായി. സ്ത്രീകളെ രണ്ടാം കിട പൗരന്മാരായാണ് ബിജെപി കാണുന്നതെന്നും അതുകൊണ്ടാണ് അവരുടെ പ്രത്യയശാസ്ത്ര രക്ഷിതാവായ RSS സ്ത്രീകളെ അതിന്റെ ശാഖകളിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ഏറെ കൊട്ടിഘോഷിച്ചാണ് ബിജെപി പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയത്. പിന്നീടാണ് ബില്ലിലെ നിർദ്ദേശങ്ങൾ 10 വർഷങ്ങൾക്ക് ശേഷമേ നടപ്പാക്കൂ എന്ന് അവർ പറയുന്നത്. 6ാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിനമായ വ്യാഴാഴ്ചയാണ് രാഹുൽ ഡൽഹിയിൽ വെച്ച് ബിജെപിക്ക് നേരെ ആഞ്ഞടിച്ച് സംസാരിച്ചത്. അതേസമയം ചില ഉറപ്പുകൾ നൽകിയാണ് രാഹുൽ ഇവിടെ നിന്ന് മടങ്ങിയത്. അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി മഹാലക്ഷ്മി യോജന പദ്ധതി നടപ്പാക്കുമെന്നതാണ് ആദ്യത്തെ ഉറപ്പ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മാസത്തിൽ 8500 രൂപയും വർഷത്തിൽ 1 ലക്ഷം രൂപയും നൽകുന്നതാണ് കോൺഗ്രസിന്റെ ഈ പദ്ധതി. പാർട്ടി അധികാരത്തിലെത്തിയാൽ എല്ലാ സർക്കാർ ജോലികളിലും സ്ത്രീകൾക്കുള്ള സംവരണം വർദ്ധിപ്പിക്കുമെന്നും രാഹുൽ വോട്ടർമാർക്ക് ഉറപ്പു നൽകി. രാജ്യത്തിന്റെ ഭരണഘടനയെ കീറിയെറിയാനാണ് ബിജെപി എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യകുമാറിന്റെ പ്രചരണത്തിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു. ബിജെപി ഒരിക്കലും ഇന്ത്യൻ ഭരണഘടനയെയോ ദേശീയ പതാകയെയോ അംഗീകരിച്ചിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പിൽ അവർ അത് പരസ്യമായി സമ്മതിച്ചെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ അഗ്നിവീർ പദ്ധതി നിർത്തലാക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അധികാരം ലഭിച്ചാൽ അഗ്നിവീർ പദ്ധതിയുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാകുമെന്ന് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞത് ബിജെപിയെ ഭയപ്പെടുത്തുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നത് 2 പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്നും രാഹുൽ തുറന്നടിച്ചിരുന്നു. ഏതായാലും രാഹുലിന്റെ ഇത്തരം പ്രസ്താവനകൾ ബിജെപിയുടെ വിജയപ്രതീക്ഷയിൽ മങ്ങലേൽപ്പിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട.